പ്രതിസന്ധികളും പ്രയാസങ്ങളും താണ്ടി മറ്റൊരു ഓണക്കാലത്തെ വരവേൽക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. ചിങ്ങവേലിൻ്റെ തെളിമിലേക്ക് പിറന്നു വീഴുന്ന ഓണനാളുകളിൽ രുചിയുടെ കാഴ്ചക്കളമൊരുക്കുവാൻ വനിതയും പാനസോണിക്കും ഒന്നിക്കുകയാണ്. വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് പാനസോണിക് ഈ ഓണത്തിന് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സവിശേഷമായി പറയേണ്ടത് 4 ജാർ മിക്സർ ഗ്രൈൻഡറാണ്. 750 വാട്ട്സ് മോൺസ്റ്റർ മിക്സർ ഗ്രൈൻഡറിൽ ഒരു സൂപ്പർ ജാർ, ഒരു ജ്യൂസർ, ബ്ലെൻഡർ, പിന്നെ അരയ്ക്കുന്നതിനും പൊടിക്കുന്നതിനുമുള്ള ഒരു ജാറും ഉണ്ട്. ജാറിലും ലിഡിലുമുള്ള ഡബിൾ ലോക്കിംഗ് സിസ്റ്റം വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുവഴി തന്നെ നമുക്ക് വിരലുകൾക്കുണ്ടാകുന്ന അപകടങ്ങളും ഒഴിവാക്കാം. ഇതിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സൂപ്പർ ജാറിന് 3 ലിഡുകളുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു ഈസി ഫീച്ചർ പിയാനോ ടൈപ്പ് സ്വിച്ചസ് ആണ്. പാനസോണിക്കിൻ്റെ ഈ പ്രോഡക്ട്സ് വെച്ച് നമുക്കിന്നൊരു സ്പെഷ്യൽ കൂട്ടുകറി പ്രിപ്പയർ ചെയ്യാം. കൂട്ടുകറി പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ റെഡിയാണ്. നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ നമ്മളുടെ മൾട്ടി പർപ്പസ് ഓട്ടോമാറ്റിക് കുക്കർ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കണം. അതിനായിട്ട് നമ്മളുടെ കുക്കറിനകത്ത് ആദ്യം ഒരു കുക്കിംഗ് പ്ലേറ്റ് നമ്മൾ വെച്ച് കൊടുക്കുവാണ്. ഇനി കുതിർത്ത കടലപ്പരിപ്പാണ്. ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇനി നമുക്കിത് മൂടി വെച്ച് കുക്കിംഗ് ഓപ്ഷനിലാക്കി വേവിക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചു. ഇത് 1.8 ലിറ്ററിൻ്റെ ഓട്ടോമാറ്റിക് കുക്കറാണ്. ഒരു പ്രഷർ കുക്കറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഓട്ടോമാറ്റിക് കുക്കറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം 1 കിലോയോളം അരി നമുക്ക് ഇതിനകത്ത് വേവിക്കാനും സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ഒരു സ്റ്റീമർ, മോമോസൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സ്റ്റീമറും, ഒരു ഇഡ്ഡലിത്തട്ടും, ഒരു സെപ്പറേറ്റ് പാനും, ഒരു മെഷറിംഗ് കപ്പും, ഒരു സ്പൂണും വരുന്നുണ്ട്. നമുക്ക് പരിപ്പ് വെന്തോന്ന് നോക്കാം. നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. പരിപ്പും സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ പരിപ്പ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേനയും കായയും ചേർത്ത് വേവിക്കാം. പരിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായ ഇട്ട് കൊടുക്കാം. ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ 1/4 കിലോ കായയാണ്. അതിൻ്റെ ഒപ്പം തന്നെ 1/2 കിലോ ചേന അരിഞ്ഞത്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ പരിപ്പ് വേവിച്ചതുപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളുടെ ചേനയും ഏത്തയ്ക്കയും നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ഇതിനകത്ത് തേങ്ങ വറുത്തെടുക്കാം. വറുക്കാനുള്ള തേങ്ങ ചിരകിയെടുക്കാനും മിക്സർ ഗ്രൈൻഡർ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ തേങ്ങ പൊട്ടിച്ച് ഒരു മുറിയെ 2 ആക്കി ഇതിലിട്ട് കറക്കിയാൽ തേങ്ങ ചിരകൽ ലാഭിക്കാം. ഇപ്പോൾ മിക്സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ എങ്ങാനും ലിഡ് ഓപ്പൺ ആയി പോയി കഴിഞ്ഞാൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സേഫ്റ്റി ഫീച്ചർ. 750 വാട്ട്സ് മിക്സർ ഗ്രൈൻഡർ ആയതുകൊണ്ട് വലിയ കഷ്ണങ്ങളാണെങ്കിലും ഈസിയായി പൊടിഞ്ഞു കിട്ടും. ഇനി നമുക്ക് അരപ്പിനുള്ള തേങ്ങ വറുത്തെടുക്കണം. 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ജീരകം ചേർത്ത് ചതയ്ക്കാൻ. അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ഓട്ടോമാറ്റിക് കുക്കറിനകത്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ വറന്നു വരുന്ന സമയത്തിന് നമുക്ക് കുരുമുളകൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ സൂപ്പർ ജാറിൻ്റെ ചട്നി ലിഡ് മാറ്റി സ്പൈസ് ലിഡ് വെച്ചിട്ടാണ് പെപ്പർ ക്രഷ് ചെയ്യുന്നത്. ഈ ലിഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ലോക്കാവും. ടേൺ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. കുരുമുളക് നന്നായിട്ട് ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. തേങ്ങയും നല്ല ബ്രൗൺ കളറിൽ വറന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനി ഓഫ് ചെയ്ത് തേങ്ങ അല്പം ചതയ്ക്കാനുണ്ട്. അതും കൂടെ ചതച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ചതയ്ക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന് 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയിലേക്ക് അല്പം ജീരകവും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറ് മാറ്റണ്ട, പകരം സ്പൈസ് ലിഡ് മാറ്റി ചട്നി ലിഡാക്കിയാൽ മതി. ഇനി ഈ ലിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് ലോക്കാവും. നമുക്ക് ഒന്ന്
പൾസ് ചെയ്യാം. പൾസ് ചെയ്താൽ മതി, മറ്റേതാവുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു പോകും. നല്ല ഫൈൻ ബ്ലേഡ്സ് ആണ്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ജസ്റ്റ് ഇതിൻ്റെ വൈപ്പർ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മുകളിൽ അടപ്പയിലിരിക്കുന്ന തേങ്ങയൊക്കെ അടിയിലോട്ട് ചെന്ന് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തിനി താളിച്ച് ഓരോന്നായിട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കറുത്ത എള്ളിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. എള്ളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് പൾസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് നമ്മുടെ കറക്റ്റ് രീതിയിൽ അത് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളതൊന്ന് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും ബാക്കി സാധനങ്ങളും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കായും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രണ്ട് പ്രോഡക്റ്റ്സ് മാത്രമല്ല, പാനസോണിക്കിൻ്റെ സൂപ്പർ വെറ്റ് ഗ്രൈൻഡറും അവൈലബിൾ ആണ്. ഇത് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈസിയായി പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിനകത്ത് നീഡിങ്ങും ഗ്രൈൻഡിങ്ങും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചറായിട്ട് വരുന്നത് ഇതിൻ്റെ 45 മിനിറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ടൈമറാണ്. നമ്മുടെ സ്പെഷ്യൽ കൂട്ടുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഓണം വനിതയ്ക്കും പാനസോണിക്കിനുമൊപ്പം ആഘോഷിക്കാം.